ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം. നല്ല 8ന്റെ പണിയെല്ലാമാണ് ബിഗ് ബോസ് ഇപ്പോൾ മത്സരാർത്ഥികൾക്ക് കൊടുത്തത്. അല്പസമയം മുന്നേയായിരുന്നു ബിഗ് ബോസ് കുടുംബാംഗങ്ങളോട് ലിവിംഗ് ഏരിയയിലെല്ലാം വന്നിരിക്കാൻ പറഞ്ഞു. ഇത് നിങ്ങളുടെ ലക്ഷറി ബഡ്ജറ്റ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സമയമാണ്. 3000 പോയിന്റ് എല്ലാം ഉള്ളതിൽ 1000 പോയിന്റ് ജാസ്മിൻ അവിടെ ഗ്യാസ് എല്ലാം ഓൺ ആക്കിയിട്ട പേരിലും അതുപോലെ തന്നെ 1000 പോയിന്റും ജിൻഡോയും ഗബ്രിയും അസഭ്യമായ വാക്കുകൾ ബിഗ് ബോസ് വീട്ടിൽ പറഞ്ഞതുകൊണ്ട് കട്ടാക്കി. അങ്ങനെ ഇനി ആകെയുള്ളത് 1000 പോയിന്റ് ആണ്. അത് കേട്ട് കുടുംബാംഗങ്ങളെല്ലാം അവിടെ ഞെട്ടിയിട്ടുണ്ട്. 1000 പോയിന്റ് വെച്ചിട്ട് എന്ത് പർച്ചേസ് ചെയ്യാനാന്നെല്ലാം ഋഷിയോടെ ചോദിക്കുന്നു. സത്യം പറഞ്ഞ കയ്യിലിരിക്കൊണ്ട് തന്നെയാണ് പോയിന്റ് എല്ലാം പോയത്. ഒടുവിൽ ബിഗ് ബോസ് പറയുന്നുണ്ട്, കഴിഞ്ഞ വട്ടത്തെ പോലെ ഭാവനയിലുള്ള സാധനങ്ങളൊന്നും ഇപ്രാവശ്യം കിട്ടില്ല, 1000 രൂപയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ളതേ കിട്ടുള്ളൂ എന്നിങ്ങനെ ബിഗ് ബോസ് അവിടെ എടുത്തു പറയുന്നുണ്ട്. എന്നാൽ ബിഗ് ബോസിന്റെ അങ്ങനത്തെ ഒരു ഡയലോഗ് എല്ലാം കേട്ടപ്പോൾ കുടുംബാംഗങ്ങൾക്കെല്ലാം അവിടെ ചിരി വന്നു. അങ്ങനെ ബിഗ് ബോസ് പറയുന്നുണ്ട്, ഇപ്രാവശ്യം സാധനങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അധികാരമുള്ളത് പവർ ടീമിനും അതുപോലെ തന്നെ മറ്റു കുടുംബാംഗങ്ങളിൽ നിന്നിട്ട് ഒരാൾക്ക് മാത്രമാണ്. ബിഗ് ബോസ് ഇപ്രാവശ്യം പർച്ചേസ് ചെയ്യാനായിട്ടുള്ള അധികാരമെല്ലാം കൊടുത്തത്. കഴിഞ്ഞ വട്ടമെല്ലാം ഉപ്പില്ലാതെ വരെ കഴിക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഉപ്പെല്ലാം വേഗം തന്നെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യമായിട്ട് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രമാണ്, അതായത് അരി, പഞ്ചസാര, ഉള്ളി, വെളിച്ചെണ്ണ അങ്ങനത്തെ അത്യാവശ്യ സാധനം മാത്രമാണ് കിട്ടിയത്. വാഴപ്പഴമെല്ലാം പലരും പറയുന്നുണ്ടെങ്കിലും ലിസ്റ്റ് ഇടുന്നവർ അതൊന്നും മൈൻഡ് പോലും ആക്കുന്നില്ല. കാരണം വാഴപ്പഴത്തിനെല്ലാം അത്യാവശ്യം റേറ്റ് എല്ലാം ഉണ്ട്. അങ്ങനെ ഋഷിയെല്ലാം പറയുന്നുണ്ട്, ഇതെല്ലാവർക്കും ഒരു പാഠമാവട്ടെ. കഞ്ഞിയും ചമ്മന്തിയും എല്ലാം കുടിച്ചുകൊണ്ട് നമുക്ക് ഈ ആഴ്ച പോക്കാമെന്നെല്ലാം പറയുന്ന കുടുംബാംഗങ്ങളെല്ലാമാണ് ലൈവിൽ കാണിക്കുന്നത്. ഹോട്ട്സ്റ്റാർ ലൈവ് അപ്ഡേഷൻ ചാനലിൽ ഉണ്ടാകും. ആദ്യമായി കാണുന്ന പ്രേക്ഷകർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട.